അക്രമങ്ങൾക്കും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയെ പൊതുവേദിയിൽ അഭിനന്ദിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മയക്കുമരുന്നിനെതിരെ പോരാടാൻ അമ്മമാരെ മാറ്റിയെടുക്കാൻ ഉൾപ്പെടെ ഇത്തരം ക്യാമ്പയിനുകളിലൂടെ സാധിക്കുമെന്നാണ് മന്ത്രി കൊട്ടാരക്കര മേലിലയിൽ പറഞ്ഞത്. മേലിലയുടെ അഭിമാനമാണ് ശ്രീകണ്ഠൻ ചേട്ടൻ. ശ്രീകണ്ഠൻ ചേട്ടന്റെ ഒരു പ്രോഗ്രാം തന്നെ 40 വർഷം അദ്ദേഹം മാധ്യമരംഗത്ത് പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ 24-ന്റെ പ്രോഗ്രാം തന്നെ ഈ സംസ്ഥാനം മുഴുവൻ നടന്നുകൊണ്ട് മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണത്തിന് ഒരു വലിയ ഡ്രൈവാണ്. SKNന്റെ ജന്മനാട്ടിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു SKN40യെ പ്രകീർത്തിച്ചുള്ള മന്ത്രിയുടെ ഈ വാക്കുകൾ. ഇന്ന് ഞാനത് കണ്ടപ്പോൾ ആലോചിക്കുന്നത്, അതിൽ പറയുന്നു ബോധവൽക്കരണത്തിന് വേണ്ടി മാത്രമല്ല, ഇൻഫർമേഷൻ തരാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന നമ്പറിൽ വളരെ നല്ല ഇൻഫർമേഷൻസ് കിട്ടുകയും അത് പോലീസിന് കൈമാറുകയും പോലീസ് അത് പിടിക്കുകയും. നമ്മൾ ചുമ്മാ പത്രം എടുത്ത് നോക്കിയാൽ, TV എടുത്ത് നോക്കിയാൽ പോലീസിന്റെ വളരെ ആർജവത്തോടെയുള്ള പ്രവർത്തനമാണ്. പ്രവാസിയായ രാജേഷ് കുമാർ മേലില റേഷൻ കടമുക്കിൽ ആരംഭിച്ച AR സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാർ. മയക്കുമരുന്ന് കണ്ടെത്താൻ മാധ്യമങ്ങളും എക്സൈസും പോലീസും പൊതുപ്രവർത്തകരുമെല്ലാം ഒന്നിച്ച് പങ്കാളികളാകുകയാണിന്ന്. ലഹരിയോട് വിട പറയാൻ കലാകായിക രംഗത്തേക്ക് പുതുതലമുറ കൂടുതൽ താല്പര്യമുള്ളവരായി മാറണമെന്നും മന്ത്രി. പോലീസും എക്സൈസും ചേർന്നുകൊണ്ട് വലിയ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത മയക്കുമരുന്നുകൾ വരികയാണ്. ഇത് മുഴുവൻ നമ്മുടെ ഒരു ജനറേഷനെ, ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു ജനറേഷനെ കാർന്നു തിന്നും. അതിൽ നിന്ന് എവിടെയാണ് മോചനം എന്ന് ചോദിച്ചാൽ, യുവത്വത്തിൽ എത്തുമ്പോൾ, ടീനേജിലേക്ക് എത്തുമ്പോൾ മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കായിക വിനോദങ്ങളിൽ പങ്കാളിയാകും, അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളിലേക്ക് പോകണം. നല്ല പാട്ടുകാരനായാൽ ആ കുട്ടി പുകവലിക്കില്ല, മദ്യപിക്കില്ല. സ്പോർട്സ് ഹബിനോട് ചേർന്ന് ആരംഭിച്ച ഫാമിലി പാർക്കിന്റെ ഉദ്ഘാടനം കുന്നിക്കോട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ KG നിർവഹിച്ചു. മേലില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബി ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടനും സംവിധായകനുമായ ശ്രീജിത് ബാബു മുഖ്യ അതിഥിയായി. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഫ്രണ്ട്സ് മേലിലയുടെ ആഭിമുഖ്യത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും നടന്നു. വന്യമൃഗശല്യത്താൽ കൃഷി ചെയ്യാൻ കഴിയാതെ കിടന്ന സ്ഥലം ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകാനാണ് സ്പോർട്സ് ഹബും ഫാമിലി പാർക്കുമായി രാജേഷ് കുമാർ മാറ്റിയെടുത്തത്. 24 കൊട്ടാരക്കര. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് വലിയ പിന്തുണയാണ്, ജനപിന്തുണയാണ് SKN40 കേരള യാത്രയ്ക്ക് ലഭിക്കുന്നത്. ലഹരിക്കെതിരെ അത്രയധികം ജനവികാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു.